ലൈവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അപ്സര ആൽബി ഗബ്രിയെ വിളിച്ചു മാറ്റിയിരുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പറയുകയാണ്. അത് പവർ ടീമിന്റെ വീഴ്ചകളെക്കുറിച്ചും ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളെക്കുറിച്ചുമാണ്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പൊരിഞ്ഞ അടിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ പൊരിഞ്ഞ അടി നടക്കുന്ന സമയത്ത് വീഴ്ച പറ്റി എന്നുള്ളത് നമ്മുടെ ജാൻമണിയും യമുന റാണിയും പരസ്യമായി സമ്മതിച്ചു. ഇപ്പോൾ ഗബ്രിയും അത് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ മടിയുള്ള 2 പേർ പവർ ടീമിലുണ്ട്. ഒന്ന് ശ്രീരേഖയും 2 നിഷാനയുമാണ്. അവർ പറയുന്നത് അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ബിഗ് ബോസ് കൊടുത്ത അധികാരമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് വീണ്ടും ഉപയോഗിക്കും എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി തീർന്നിട്ട് വെറുതെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് മറ്റൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി പകരം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയോ ഒക്കെ അവർക്കാകാം. പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടി തീർന്നിട്ടില്ല. അത് ചെയ്യാൻ മറ്റാരും വരികയുമില്ല. ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫ്ലോർ ടീം ഒരിക്കലും വരില്ല. അപ്പോൾ ആ ഡ്യൂട്ടികൾ അവിടെ കിടക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പണി ചെയ്യിക്കുകയാണ്. ഈ പണി ചെയ്യിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഇഷ്ടതാരങ്ങളായ പ്രിയപ്പെട്ടവർ പലരും അവിടെയും ഇവിടെയും സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അവർ കാണുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നുമില്ല. പവർ ടീമിന് അധികാരം ലഭിച്ച ആ സമയം മുതൽ ഈ പണി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ 2-3 പേരെ മാത്രം തിരിഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് എന്തോ പക തീർക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം എല്ലാ ഡ്യൂട്ടിയും ചെയ്തു തീർന്നു കഴിഞ്ഞപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാനൊരു പാട്ട് പാടിയിരുന്നു. ആ പാട്ട് എന്നെ കൊണ്ട് 2 കൈയും ഉയർത്തി നൃത്തം ചെയ്തുകൊണ്ട് 5 പ്രാവശ്യം ഇവിടെ ഓടി നടന്നുകൊണ്ട് പാടാൻ ശ്രീരേഖ എന്നോട് പറഞ്ഞു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ പാടി. അവരുടെ അധികാരത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാടി. ആ പാട്ട് പാടുന്നതിന് പകരം കുഞ്ഞെ ഇന്ന ജോലി അവിടെ ചെയ്യ്, ആ പില്ലോസൊക്കെ ഒന്ന് പൊടി തട്ടി നേരെയാക്കി വെക്കാനോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനിങ്ങിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ അത് ചെയ്യും. കാരണം അത് മാന്യമായ കാര്യം തന്നെയാണ്. എന്നാൽ 2 കൈയും പൊക്കി 5 പ്രാവശ്യം പാട്ട് പാടണം, എൻ്റെ അധികാരമാണ്, അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇതിന് പറയേണ്ടത്? ഇത് കുട്ടിക്കളിയാണോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം? ശ്രീരേഖ ശരിക്കും ഇതാണ് അധികാരം എന്ന് തന്നെയാണ് ധരിക്കുന്നത്. ഇന്ന് നമ്മുടെ രതീഷിനും ഇതുപോലെ ഒരു പണിഷ്മെന്റ് കൊടുത്തിരുന്നു. രതീഷ് ഇടയ്ക്ക് ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് എനിക്ക് തെറ്റുപറ്റി, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രീരേഖ ഇന്ന് ഉച്ചയ്ക്ക് രതീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബിഗ് ബോസിനോട് നിങ്ങൾ പറഞ്ഞത് കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ ഒന്ന് ആവർത്തിക്കൂ. അയാൾ അത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അത് ഹാസ്യാത്മകമായിട്ട് ഒരു കോമഡി പോലെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും പറയൂ. അയാൾ അത് ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. തുടർന്ന് പറയുന്നു, അത് നിങ്ങൾ ഗൗരവത്തോടു കൂടി പറയൂ, അതുകൂടെ ഞാനൊന്ന് കേൾക്കട്ടെ. ഇങ്ങനെ പല ഭാവങ്ങളിൽ കൂടി ബിഗ് ബോസ് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയൂ. ആവർത്തിച്ച് അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇതല്ല സാർ അധികാരം. ബിഗ് ബോസിനുള്ളിൽ പവർ ടീമിന് കിട്ടിയിരിക്കുന്ന അധികാരം ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളും കൊരങ്ങുകളികളും നടത്തുവാനുള്ള അധികാരമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുകയും ആ പണിഷ്മെന്റ് കൃത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യണം. ഞാൻ ഇന്ന തെറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ഇന്ന ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനിയും അത് ആവർത്തിക്കാൻ പാടില്ല, അത് മാന്യവുമായിരിക്കണം. ഇതാണ് ശ്രീരേഖയോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ അപ്സര ശ്രമിക്കുന്നത്. പക്ഷേ ശ്രീരേഖ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് മുഴുവനും കേട്ടിരുന്നതിന് ശേഷം തെറ്റാണ് എന്ന് ഗബ്രി അംഗീകരിക്കുകയാണ്, സമ്മതിച്ചു കൊടുക്കുകയാണ്. അധികാര കൈമാറ്റം നടത്തിയതിനു ശേഷം 3 പ്രാവശ്യം ബിഗ് ബോസ് തന്നെ വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ അധികാരം നിങ്ങൾ വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന്. ഇവരുടെ മനസ്സിലെ ചിന്ത ഇങ്ങനെയൊക്കെയാണ് അധികാരം ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. പവർ ടീം മെമ്പറായ ശ്രീരേഖയുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്.